പ്രിയമുള്ളവരെ, ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത്, ഇപ്പോൾ കുറച്ച് നാളായിട്ട് നമ്മുടെ നാടുകളിൽ കേൾക്കുന്നതാണ് വീടുകളിൽ പ്രസവം എടുക്കുക, അല്ലെങ്കിൽ കുട്ടികൾക്ക് വാക്സിനേഷൻ നൽകാതിരിക്കുക. ഇതൊക്കെ ഒരു ആത്മീയ ചികിത്സയുടെ ഭാഗമായിട്ട് അത്തരം മൈൻഡുള്ളവർ ഈ അക്യുപങ്ചർ എന്ന് പറയുന്ന ഇൻ്റർനാഷണൽ ലെവലിൽ ചൈനയിലും അമേരിക്കയിലും യൂറോപ്യൻ രാജ്യങ്ങളിലെല്ലാം തന്നെയുള്ള ലോകാരോഗ്യ സംഘടന അംഗീകരിച്ച ന്യൂറോ വിഭാഗം ചെയ്യാൻ പറ്റുന്നൊരു നല്ലൊരു ചികിത്സാരീതി എന്നുള്ള ഒരു പേര് കേട്ട ഈ ചികിത്സാരീതിയുടെ പേര് വെച്ചിട്ട് ഇവർ ഒരു വർഷത്തെ ഡിപ്ലോമ എന്ന് പറഞ്ഞിട്ട് ആഴ്ചയിൽ ഓൺലൈൻ ക്ലാസ്സിലൊക്കെ ഇവിടെ ആരൊക്കെയോ എടുത്ത് പഠിച്ചവർ ഈ ആത്മീയതയും കൂട്ടിക്കലർത്തി ഇത്തരം അബദ്ധങ്ങൾ ചെയ്യുമ്പോൾ ചാനലുകാർ ഇരുന്നിട്ട് അശാസ്ത്രീയ ചികിത്സ എന്നൊക്കെ പറയുമ്പോൾ അത് പറയേണ്ടത് ലോകാരോഗ്യ സംഘടനയാണ്. WHO പറയണം ഇത് അശാസ്ത്രീയമാണെന്ന്. അല്ലാത്തടത്തോളം കാലം അശാസ്ത്രീയ ചികിത്സ എന്ന് ഈ പേര് വെച്ചിട്ട് പറയരുത്. കാരണം ഇത് ചെയ്യുന്നവർ അങ്ങനെ ബോർഡ് വെച്ചിട്ടുണ്ടാവും. ഇപ്പോൾ MBBS അല്ലാത്ത ഒരാൾ MBBS, ഹോമിയോ ഡോക്ടർ അല്ലാത്ത ഒരാൾ ഹോമിയോ, അല്ലെങ്കിൽ അങ്ങനെ ഏത് ചികിത്സയും കൃത്യമായ ഗൈഡൻസ് ഉണ്ട്. ഇതൊന്നല്ലാത്തവർ ആ പേര് വെച്ചിട്ട് അത് ചെയ്യുമ്പോൾ ആ പേരിനെ കുറ്റപ്പെടുത്തുമ്പോൾ ചാനലുകാർ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഇവർ ഓരോരുത്തരുടെ കാഴ്ചപ്പാടിൽ ഒരു വർഷത്തെ ഡിപ്ലോമ ആഴ്ചയിൽ 1-2 ക്ലാസ് വെച്ച് ഓൺലൈനിൽ എന്തൊക്കെയോ പറഞ്ഞു കൊടുത്ത് അതിൻ്റെ ബേസ് കിട്ടി ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഈ വലിയ ചികിത്സാ രീതിയെ കുറ്റപ്പെടുത്തുന്ന രീതി നമ്മളെപ്പോലുള്ളവർക്ക്, അതായത് നമ്മളൊക്കെ വിദേശത്ത് പോയി പഠിക്കുകയും നാട്ടിൽ നല്ല നല്ല സ്ഥാപനങ്ങളിൽ അലോപ്പതി ഹോസ്പിറ്റലിൽ പോലും ഒരു പ്രാക്ടീസ് ചെയ്ത് 10 വർഷങ്ങളോളം നമ്മൾ ചെയ്യുന്ന ഒരു രീതിയാണ്. ഇതൊന്നും ന്യൂറോ സംബന്ധമായ കാര്യങ്ങൾക്കൊക്കെയാണ് ഇത് കൂടുതലും ചെയ്യുക. അല്ലാണ്ട് പ്രസവം എടുക്കലും ഹാർട്ട് പേഷ്യൻറ്റിനെ നോക്കലും ഇതൊന്നും ഇതിൽ ഉള്ള കാര്യമല്ല. ഇത്തരം ആളുകളെ തിരിച്ചറിയുക.